അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കോമൺ മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് വാട്സാപ്പ്. അതുകൊണ്ട് തന്നെ വാട്സാപ്പ് യൂസേഴ്സിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇറക്കാറുണ്ട്. അങ്ങനെ യൂസറിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള പലതരം സെറ്റിംഗ്സുകൾ ഇന്ന് വാട്സാപ്പിൽ ഉണ്ട്. അത് പലർക്കും തന്നെ അറിയില്ല. എന്നാൽ കുറച്ചു പേർക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എന്നെ പുതിയ വീഡിയോയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. വാട്സാപ്പ് ടിപ്പ് നമ്പർ 1. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇരുന്ന് ഒരുമിച്ച് ഒരു മൂവി കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുള്ള സമയത്തോ നമ്മുടെ വാട്സാപ്പിൽ പേഴ്സണൽ മെസ്സേജുകൾ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷനിലൂടെ എല്ലാവരും കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിലെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൽ പ്രൈവസി ഓപ്പൺ ചെയ്യുക. ഫിംഗർ പ്രിന്റ് ലോക്ക് ക്ലിക്ക് ചെയ്യുക. ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫിംഗർ വെച്ച് കൊടുക്കുക. ഇവിടെ കാണുന്ന ഷോ കണ്ടന്റ് നോട്ടിഫിക്കേഷൻസ് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൽ ഡാറ്റയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുമ്പോഴും അതിലൊന്നും കാണാൻ പറ്റുന്നില്ല. അതിപ്പോൾ ഹൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമുക്കതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഫിംഗർ വെച്ചാലേ അത് ഓപ്പൺ ആവുള്ളൂ. മെസ്സേജ് കാണുന്നുണ്ട് ഇവിടെ. വാട്സാപ്പ് ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്പർ 2. നമ്മളെല്ലാവരും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അത് മറ്റുള്ളവർ കാണാറുമുണ്ട്. അത് കാണുന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ അതിൽ കയറി ചെക്ക് ചെയ്യാറുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നമ്മൾ കണ്ടു എന്ന് അവരെ അറിയാതിരിക്കാനായി ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. അത് ചിലർക്ക് ആവശ്യമായി വന്നേക്കാം. അവർക്ക് വേണ്ടി അത് ഞാൻ പറഞ്ഞുതരാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രൈവസി ഓപ്പൺ ചെയ്യുക. ഇവിടെ കാണുന്ന റീഡ് റെസിപ്റ്റ്സ് ഡിസേബിൾ ചെയ്യുക. ഇനി മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ അവരുടെ സ്റ്റാറ്റസ് നോക്കിയ കാര്യം അവർക്ക് അറിയുകയില്ല. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളിടുന്ന സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടു എന്നുള്ളത് നമുക്കും അറിയാൻ സാധിക്കില്ല. എന്നാൽ ഇതിന്റെ ആവശ്യം ചിലർക്കൊക്കെ ഉണ്ടാകാം. അവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. വാട്സാപ്പ് ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്പർ 3. എല്ലാവർക്കും കാണും കുറച്ചു പേർ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തവർ. അതായത് പെട്ടെന്ന് അവർ അയക്കുന്ന മെസ്സേജ് അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ അവർക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സംവിധാനം വാട്സാപ്പിൽ തന്നെയുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഇനി അതിനായി വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. ആരുടെ മെസ്സേജ് ആണോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കേണ്ടത് അവരുടെ കോണ്ടാക്ട് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ആരുടെ മെസ്സേജിനാണോ ഇൻസ്റ്റൻ്റായി റിപ്ലൈ കൊടുക്കേണ്ടത് അവരുടെ കോണ്ടാക്ട് ഓപ്പൺ ചെയ്യുക. അതിൽ വ്യൂ കോണ്ടാക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കസ്റ്റം നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. യൂസ് കസ്റ്റം നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇനി പോപ്പപ്പ് നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓൾവേസ് ഷോ പോപ്പപ്പ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് വാട്സാപ്പ് ക്ലോസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതെൻ്റെ ഇൻസ്റ്റാഗ്രാമാണ്. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ നമുക്ക് മെസ്സേജ് അയച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, മെസ്സേജ് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഗുഡ് മോർണിംഗ് എന്നുള്ളൊരു മെസ്സേജാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാം പെട്ടെന്ന് തന്നെ. അവരയക്കുന്ന മെസ്സേജുകൾ മിസ്സാകാതെ കാണുവാനും പെട്ടെന്ന് റിപ്ലൈ ചെയ്യാനും ഇതുപോലെ സാധിക്കുന്നതാണ്. വാട്സാപ്പ് ടിപ്പ് ആൻഡ് ട്രിക്സ് നമ്പർ 4. വാട്സാപ്പിൽ നമ്മൾ പലർക്കും വോയിസ് മെസ്സേജ് അയക്കാറുണ്ട്.
എന്നാൽ ആ വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്കത് പ്ലേ ചെയ്ത് കേൾക്കാനുള്ള ഒരു സംവിധാനം വാട്സാപ്പിൽ നിലവിലില്ല. എന്നാൽ അതിന് ഒരു ചെറിയൊരു സംവിധാനം വാട്സാപ്പിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആർക്കാണ് വോയിസ് മെസ്സേജ് അയക്കേണ്ടത്? അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വോയിസ് റെക്കോർഡ് ചെയ്യുക. മുകളിൽ കാണുന്ന ലോക്കിലേക്ക് എന്നിട്ട് ഇടുക. അതിനുശേഷം ബാക്ക് അടിക്കുക. ഇനി ആ കോണ്ടാക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസ് ഇവിടെ കാണുന്നുണ്ട്. അത് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വോയിസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വാട്സാപ്പ് ടിപ്പ് ആൻഡ് ട്രിക്സ് നമ്പർ 5. നമുക്ക് പലരും പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്. അത് ഇമേജസോ വീഡിയോസോ അങ്ങനെ എന്തും തന്നെ. അത് പല ഗ്രൂപ്പുകളിലും ആവാം. അങ്ങനെ വരുന്ന മെസ്സേജുകൾ നമുക്ക് ചിലതൊക്കെ ഗാലറിയിൽ കാണാതെ ഹൈഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഹൈഡ് ചെയ്യുന്ന ഒരു സംവിധാനം വാട്സാപ്പിൽ തന്നെയുണ്ട്. അത് പലർക്കും ആവശ്യമായി വന്നേക്കാം. ചിലർക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല. എങ്കിൽ അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിലൊരു പിക്ചർ മെസ്സേജ് കിടക്കുന്നുണ്ട്. മുകളിലെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് വ്യൂ കോണ്ടാക്റ്റ് ക്ലിക്ക് ചെയ്യുക. മീഡിയ വിസിബിലിറ്റി ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഫോട്ടോസോ വീഡിയോസോ നിങ്ങളുടെ ഗാലറിയിൽ കാണണോ എന്നാണ് ചോദിക്കുന്നത്. അതിന് നോ എന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ഒരു കോണ്ടാക്റ്റിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫോട്ടോസോ വീഡിയോസോ ഒന്നും തന്നെ ഗാലറിയിൽ വിസിബിൾ ആവുന്നതല്ല.